ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മഷ്റൂം വെച്ച് ചില്ലി ചിക്കൻ്റെ എല്ലാം അതേ ടേസ്റ്റിലുള്ള ചില്ലി മഷ്റൂം റെഡിയാക്കാം. ഇത് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചില്ലി മഷ്റൂം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഷ്രൂം ഭൂമിയുടെ ഓർഗാനിക് ഓയിസ്റ്റർ മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഷ്റൂമാണ്. വേണ്ടവർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഇതിൽ വലിയ മഷ്റൂംസ് എല്ലാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് പൊട്ടിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കത്തി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വലുത് മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ജസ്റ്റ് ഇതൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവ് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയും കോൺഫ്ലോറും എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ മഷ്റൂം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയി കിട്ടും. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെജിറ്റബിൾസിൽ എപ്പോഴും നമ്മൾ കുറച്ച് കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ചിക്കനിലൊന്നും ചേർത്ത് കൊടുക്കുന്ന അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ എഗ്ഗിലാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. മഷ്റൂമിലും വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്, അതുകൊണ്ട് ഈ എഗ്ഗ് മാത്രം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എഗ്ഗും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കോട്ടിംഗ് ഒന്നും മഷ്റൂമിൽ നിന്ന് വിട്ടുപോകാതെ നല്ല രീതിയിൽ കിട്ടും. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂമും കൂടെ ചേർത്ത് കൈവച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഷ്റൂം എല്ലാം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മഷ്റൂം പൊട്ടിപ്പോവാതെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മഷ്റൂമിൽ കോട്ടിംഗ് എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചില്ലിയെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതുപോലെ കുറച്ച് മഷ്റൂം ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മഷ്റൂം ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് റെഡിയായി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മഷ്റൂം എല്ലാം ഇവിടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. മസാലയൊന്നും വിട്ടുപോകാതെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. എഗ്ഗും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലധികം ഓയിലൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ബാലൻസുള്ള മഷ്റൂം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു മഷ്റൂം ഫ്രൈ നമുക്ക് ഈവനിങ് സ്നാക്കായി കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്തെടുത്ത് അതേ ഓയിൽ തന്നെയാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസുള്ള കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് കുറച്ച് ഓയിലാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരുന്നത്. ഇതിലോട്ടൊരു 6 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം.
ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അധികം കരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാണ്. വെളുത്തുള്ളി എല്ലാം ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 4 സവാള കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കും. സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ വലുതാക്കി ഒന്ന് കട്ട് ചെയ്താൽ മതിയാണ്. നമ്മൾ സാധാരണ ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്ന പോലെ സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സോസുകളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോഴാണ് നമുക്ക് മഷ്റൂം ചില്ലിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മഷ്റൂമിലെല്ലാം കൂടി നന്നായി പിടിച്ച് വരണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം മഷ്റൂം ചില്ലി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ അടിപൊളിയാണ്. ഇത് നമുക്ക് ചിക്കൻ ചില്ലിയുടെ എല്ലാം അതേ മസാല ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ അതേ ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.